തെന്നിന്ത്യൻ സൂപ്പർ താരം ദളപതി വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ വിവാദത്തിൽ മാത്രമല്ല മറിച്ച് വ്യാപാരത്തിലും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ജനുവരി 9-ന് പുറത്തിറങ്ങുന്ന ജനനായകന്റെ ബിസിനസ് റിപ്പോർട്ട് ആരെയും അമ്പരപ്പിക്കുന്നതാണ്. റിലീസിന് മുമ്പ് തന്നെ 452 കോടിയുടെ ബിസിനസ് നടന്നതായിട്ടാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിയേറ്റർ റൈറ്റ്സ് മിനിമം ഗ്യാരണ്ടി അടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നത് എന്നതിനാൽ സിനിമ സൂപ്പർ ഹിറ്റ് ആയാൽ നിർമ്മാതാക്കൾക്ക് ഇനിയും കോടികൾ എന്തായാലും വരാൻ പറ്റും. 352 കോടിയാണ് ജനനായകന്റെ ആകെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിൽ വിജയുടെ പ്രതിഫലം മാത്രം 220 കോടിയാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി താൻ അഭിനയിക്കുന്നില്ല എന്ന പ്രഖ്യാപനം വിജയ് നടത്തിയതിനാൽ അദ്ദേഹത്തിന്റെ അവസാന ചിത്രം കാണാൻ എന്തായാലും വൻ തിരക്ക് തന്നെ തിയേറ്ററുകൾക്ക് മുമ്പിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിനകം തന്നെ ജനനായകന്റെ ട്രെയിലർ സകല റെക്കോർഡുകളും തകർത്ത് വൻ തരംഗമായി ഇപ്പോൾ പടർന്നിരിക്കുകയാണ്. ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ അതിലെ രാഷ്ട്രീയ പശ്ചാത്തലവും വ്യക്തമാണ്. അഴിമതിക്കാരും ക്രിമിനലുകളുമായിട്ടുള്ള രാഷ്ട്രീയക്കാരെ ദളപതി ചാട്ടവാർ കൊണ്ട് പ്രഹരിക്കുന്ന ദൃശ്യം തമിഴക രാഷ്ട്രീയത്തിലും ആശങ്കകൾ പടർത്തിയിട്ടുണ്ട്. നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ തകർത്ത് പുതിയൊരു ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന വിജയ് 2026 ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി കസേര തന്നെയാണ്. ആ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിക്കാൻ ജനനായകൻ എന്ന സിനിമക്ക് വലിയ പങ്കുണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹവും വിശ്വസിക്കുന്നത്. ദളപതി ആരാധകരും ആ ഒരു ആവേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഭരണം കൈവിട്ടു പോകുമെന്ന് ഭയക്കുന്ന DMK-യും ദളപതിയുടെ വരവ് മുടക്കാൻ അവർക്ക് പറ്റാവുന്നതെല്ലാം ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. വിജയ് അവസാനം അഭിനയിക്കുന്ന സിനിമ ആയതിനാൽ മറ്റ് സിനിമകളെല്ലാം തന്നെ റിലീസ് പോലും മാറ്റിവെച്ച് ദളപതിയോടുള്ളൊരു ബഹുമാനം പ്രകടിപ്പിക്കുമ്പോൾ ശിവകാർത്തികേയൻ നായകനാകുന്ന പരാശക്തി പുറത്തിറക്കി ജനനായകന്റെ മുന്നേറ്റത്തെ തിയേറ്ററുകളിലെങ്കിലും തടയാൻ പറ്റുമോ എന്നാണ് ഭരണപക്ഷമായിട്ടുള്ള DMK ശ്രമിക്കുന്നത്. ഇതിനായി പരാശക്തിയുടെ റിലീസ് ജനുവരി 10-ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഡ്യൂസറും വിതരണക്കാരും ഭരണപക്ഷത്തിന്റെ ആളുകളായതിനാൽ തറവേലയാണ് അവർ കാണിക്കുന്നത് എന്ന വികാരമാണ് ദളപതി ആരാധകർക്കുള്ളത്. ഇത് സംബന്ധമായിട്ട് ശിവകാർത്തികേയന്റെ വിശദീകരണമൊന്നും വിജയുടെ ആരാധകരെ തൃപ്തിപ്പെടുത്തിയിട്ടുമില്ല. വലിയ മലക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞിട്ട് എന്ത് കാര്യമെന്ന പരിഹാസമാണ് അവർ ശരിക്കും ഉയർത്തുന്നത്. എലിയും കടുവയും തമ്മിൽ എന്ത് മത്സരം എന്ന പരിഹാസവും ദളപതി ഫാൻസുകാർ ഉയർത്തുന്നുണ്ട്. കാര്യം എന്തൊക്കെ തന്നെ ആയാലും ഈ പരാശക്തിയും ജനനായകനും ഏറ്റുമുട്ടുന്നത് ശിവകാർത്തികേയന് തന്നെയാണ് ആത്യന്തികമായിട്ട് നഷ്ടമുണ്ടാക്കാൻ പോകുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഭാവിയിൽ അദ്ദേഹത്തിന്റെ ടാർഗറ്റിനെ തന്നെ ഈ ഒരു ഭിന്നത ബാധിക്കും.